സന്തോഷ്, അവിടെ ഇപ്പോൾ പുഷ്പൻ്റെ വീട്ടിൽ ആ ഒരു വീട് കഴിഞ്ഞ 3 ദശാബ്ദക്കാലത്തോളം കണ്ണൂരിലെത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ അദ്ദേഹമൊക്കെ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ സഖാക്കൾ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഉള്ള ഘട്ടങ്ങളിൽ പലപ്പോഴും സന്തോഷിനും അവിടേക്ക് ക്യാമറയുമായും ഒക്കെ പോകേണ്ടി വന്നിട്ടുള്ള, റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വീട്ടിലേക്കാണ് നാളെ ആ മന്ദഹാസം അണഞ്ഞ് പുഷ്പൻ എത്തുന്നത്. എങ്ങനെയാണ് ഈ രാത്രി അവിടെ? ലാൽ, തീർച്ചയായും പുഷ്പൻ്റെ ഒരു സഹന പോരാട്ട ജീവിതത്തിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ മേലപ്രത്തെ പുതുക്കുടി എന്ന് പറയുന്ന ഈ വീടും. ഈ വീട്ടിൽ സന്ദർശകരില്ലാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞ 30 വർഷത്തിനിടെ കടന്നുപോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈ രാജ്യത്തിന് പുറത്തു നിന്ന് പല ആളുകളും പുഷ്പനെ എത്തുകയും അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ലോക കമ്മ്യൂണിസ്റ്റ് പോരാളിയായിട്ടുള്ള ചെഗുവേരയുടെ മകൾ അലൈഡ ചെഗുവേര ആദ്യമായി കേരളത്തിലെത്തിയപ്പോൾ, കണ്ണൂരിലെത്തിയപ്പോൾ ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചത് പുഷ്പനെ കാണണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ പുഷ്പൻ്റെ മേനപ്പുറത്തെ വീട്ടിലെത്തി അലൈഡ പുഷ്പനെ കാണുകയും അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ലോക പോരാളികൾക്ക് ആവേശമാണ് പുഷ്പൻ എന്നുള്ള കാര്യമാണ്. ഈ അലൈഡ ചെഗുവേര അതിനുശേഷം ഇവിടെ വെച്ച് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ അതോടൊപ്പം തന്നെ CPIM-ൻ്റെ ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാർ, യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ കണ്ണൂരിലെത്തിയാൽ നിർബന്ധമായും വന്ന് ഈ മേനപ്പുറത്തെ ഈ വീട്ടിലെത്തി പുഷ്പനെ കണ്ട് മാത്രമേ മടങ്ങാറുള്ളൂ. നേതാക്കന്മാരുമായും അതോടൊപ്പം തന്നെ പുതിയ തലമുറയിലെ നേതാക്കന്മാരുമായി ഉൾപ്പെടെ വലിയ ആത്മബന്ധമാണ് പുഷ്പൻ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവരെയും ഒരുപക്ഷെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരൻ, അത്തരത്തിൽ എല്ലാവരെയും പരിചിതമായിരുന്നു പുഷ്പന് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇത്. പുഷ്പൻ എന്ന് പറയുന്ന പോരാളി ഈ കിടക്കയിലായിരുന്നെങ്കിൽ കൂടിയും അനുദിനം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വീക്ഷിക്കുകയും ഇവിടെ എത്തുന്ന ആളുകളുമായി രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും ഈ പുഷ്പനെ പാർട്ടിക്കെതിരെ പറയിപ്പിക്കാൻ വേണ്ടി പല ഇടതുവിരുദ്ധ മാധ്യമങ്ങളും ഇവിടെ എത്തി ശ്രമം നടത്തിയിരുന്നെങ്കിലും അചഞ്ചലമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് ആ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാൻ പുഷ്പന് യാതൊരു തരത്തിലുള്ള മടിയും ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പുഷ്പനെ CPIM-ഉം DYFI-യും ഇതുവരെയും കാത്ത് സംരക്ഷിച്ചിരുന്നത്. ഈ വീട്ടിൽ DYFI പ്രവർത്തകർക്ക് ചുമതലയുണ്ടായിരുന്നു പുഷ്പനെ പരിചരിക്കുന്നതിനായി. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്ക് ചുമതലയുണ്ടായിരുന്നു. അവരാ ചുമതല ഭംഗിയായി ഈ പുഷ്പൻ വിടവാങ്ങുന്ന സമയം വരെയും ഒരു തരത്തിലുള്ള, ഒരുപക്ഷെ 30 വർഷം ഇങ്ങനെ പുഷ്പനെ സംരക്ഷിക്കുക, പരിചരിക്കുക, അതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള സങ്കോചമോ പ്രയാസമോ ഉണ്ടായിരുന്നില്ല. ആ ഒരു വിപ്ലവകാരിയെ ഓരോ നിമിഷം അടുത്തിരിക്കുമ്പോഴും അത് ഈ യുവജന പോരാളികൾക്ക് വലിയ ആവേശം പകർന്നു നൽകിയ ഒരു കാര്യമായിരുന്നു. ഏതായാലും പുഷ്പൻ്റെ ഒരു വിയോഗം വലിയ ഒരു വേദനയാണ് ഈ നാട്ടിലും ഉണ്ടാക്കിയിരുന്നത്. ഈ നാട് അറിയപ്പെടുന്നത് തന്നെ പുഷ്പൻ്റെ പേരിലാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വീരോചിതമായ ഒരു യാത്രയയപ്പ് പുഷ്പന് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ജന്മനാട്.